മിൻഹ്വാനെയും സോമിനെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് കൊണ്ട് തന്നെ ജൂൺ മരിച്ചതിന് ശേഷമുള്ള ചടങ്ങുകളെല്ലാം തന്നെ ജയ്ഹൂക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ജയ്ഹൂക്ക് അവിടെ നിന്നും പോകുവാനായിട്ട് കാറിലൊക്കെ കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കാറ് സ്റ്റാർട്ട് ആകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവനും വെളിയിലേക്കൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. അതുവഴി ഒരു ടാക്സിയും വരുന്നു. നേരത്തെ ജീവൻ കയറിയ അതേ ടാക്സി തന്നെയാണ് ഇത്. പക്ഷെ ടാക്സി ഡ്രൈവറുടെ മുഖം ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആകട്ടെ എത്തിയിരിക്കുന്നത് ജീവന്റെ അച്ഛൻ തന്നെയാണ്. ജിഹോക്ക് വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും അച്ഛനും നിനക്ക് വിലപ്പെട്ട എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണല്ലോ എന്നൊക്കെ പറയുന്നു. പക്ഷെ ജിഹോക്ക് ആകട്ടെ ഞങ്ങൾ പരസ്പരം അധികം സംസാരിച്ചിട്ട് കൂടിയില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും എനിക്കത് വിലപ്പെട്ടതായിരുന്നോ അല്ലയോ എന്ന സംശയമാണ് ഇപ്പോൾ എനിക്ക് ഉള്ളതെന്നാണ് പറയുന്നത്. ജിഹോക്കും സാധാരണ രീതിയിലൊക്കെ ജീവിച്ചു വന്നതായിരുന്നു. പക്ഷെ അവൾ മരിച്ചെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു അവളെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന സത്യമൊക്കെ ജിഹോക്കും മനസ്സിലാക്കിയത്. പണ്ട് എനിക്ക് ചാൻസസ് ഒക്കെ കിട്ടിയ സമയത്ത് ഞാനത് ഉപയോഗിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരുപാട് കുറ്റബോധം തോന്നുകയാണെന്നൊക്കെ അവനും അച്ഛനോട് പറയുന്നു. നിനക്കിനി ഒരു ചാൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നീയും ആ ഒരു ചാൻസ് ഉപയോഗിക്കുമോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കും അടുത്തതായിട്ട് എനിക്ക് ഒരു ചാൻസും കൂടി കിട്ടുകയാണെങ്കിൽ ഞാൻ എങ്ങനെയും അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കുമെന്നാണ് ജിഹോക്കിന്റെ മറുപടി. ഞാൻ ശരിക്കും മരിച്ചു എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മരിച്ചതിന് ശേഷം കണ്ണു തുറന്നപ്പോഴത്തേക്കും ഞാൻ എത്തിയത് 2013 അതുപോലെ നീ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയതെന്നൊക്കെ ജീവനും ജിഹൂക്കിന്റെ അടുത്ത് ചോദിക്കുന്നു. അവനും മരിച്ചതിന് ശേഷം ആയിരുന്നു 2013 എത്തിയതെങ്കിൽ പോലും അതൊക്കെ മറച്ചു വെച്ചതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ട് കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 2013 ഞാൻ ഉണ്ടായിരുന്നതെന്നൊക്കെ അവനും ഒരു കള്ളമൊക്കെ പറയുന്നു. ഓഫീസിലുള്ള സ്റ്റാഫ്സ് എല്ലാവരും തന്നെ മീൽ കിറ്റ് പ്രോജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ജൂറാനും അതുവഴി നടന്നു വരുമ്പോഴത്തേക്കും ജൂറാന്റെ ഫോണിലേക്ക് ഹസ്ബൻഡിന്റെ ഒരു കോളൊക്കെ വരുന്നു. ഹസ്ബൻഡും ഒരു പണിക്കും പോകാതെ വീട്ടിലൊക്കെ ഇരിക്കുന്ന കൂട്ടത്തിലാണ്. അയാളാകട്ടെ അവന് ഒരു ഇന്റർവ്യൂ ഒക്കെ രാത്രി ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും രാത്രി ആരും തന്നെ ഇന്റർവ്യൂ വെക്കുകയില്ല എന്ന കാര്യം ജോറാനും അയാളെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ആ ഒരു കള്ളമൊക്കെ പൊളിഞ്ഞിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അയാളുടെ അടുത്തിരുന്നു കൊണ്ട് ജോറാന്റെ മകൾ സംസാരിക്കുന്നതൊക്കെ അവൾ കേൾക്കുന്നത്. ആ കുട്ടീനെ ആകട്ടെ ഡേ കെയറിൽ പോലും അവൻ കൊണ്ടാക്കിയിട്ടില്ല. മടി പിടിച്ച് ഗെയിമൊക്കെ കളിച്ചുകൊണ്ട് വീട്ടിലിരിക്കുകയാണ് അയാൾ. ജൂറാനും സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് അറിയുമ്പോഴത്തേക്കും അയാളും പെട്ടെന്ന് കോളൊക്കെ കട്ട് ചെയ്യുന്നു. ജീവന്റെ അടുത്ത് ജുറാൻ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് കൂടി അവൾ ഓർത്തു നോക്കുന്നു. തന്റെ ലൈഫ് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി പോയതെന്നൊക്കെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അതുവഴി മുത്തശ്ശന്റെ സെക്രട്ടറിക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സെക്രട്ടറിയുടെ പേര് ലീ എന്നാണ്. ജൂറാനും വർക്കിന് കയറിയ സമയത്ത് ലീനെ കണ്ടു മുട്ടിയപ്പോഴത്തേക്കും നിന്നെ പോലെയുള്ള ആളുകളെ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല എന്നൊക്കെ ലീ പറഞ്ഞതിനെ കുറിച്ചും അവൾ ഓർക്കുന്നു. രാവിലെ തന്നെ ഹയുന്റെ ഒരു കോളൊക്കെ കണ്ട് എണീക്കുന്ന ചീഹുക്കും നേരെ ഓഫീസിലേക്ക് എത്തി ലീനെ കാണുന്നു. ലീ മുത്തശ്ശന്റെ സെക്രട്ടറി ആണ്. അങ്ങനെ ഇരിക്കെ മുത്തശ്ശനെ നോക്കാതെ ഇപ്പോൾ ഓഫീസിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യമുണ്ടെന്നുള്ള കാര്യം ചീഹുക്കിന് അപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഞാൻ മുത്തശ്ശൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാറുള്ളതെന്നൊക്കെ ലീ എടുത്തു പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ലീയും ജീവണിനെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ടാണ് അവിടെ എത്തിയതെന്ന കാര്യം ചീഹുക്ക് മനസ്സിലാക്കുന്നു. ജീവൺ ഇവിടെ തന്നെയുള്ള ഒരു സ്റ്റാഫുമായിട്ട് പ്രണയത്തിലാണ്. അതും 7 വർഷത്തെ പ്രണയമാണ്. അങ്ങനെ ഇരിക്കെ നീയും ജീവണും തമ്മിൽ എന്ത് ബന്ധമാണ് ഇപ്പോൾ ഉള്ളത്? എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങിയിട്ടുള്ളതെന്ന് ലീവും ചോദിക്കുന്നു. നിങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ഒന്നിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട്, എന്തിനേറെ പറയുന്നു അവൾ നിന്റെ വീട്ടിൽ പോലും വന്നിട്ടുണ്ടെന്നൊക്കെ ലീ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ലീയും അവനെ ഫോളോ ചെയ്യുക ആയിരുന്നു എന്ന സത്യം അവൻ മനസ്സിലാക്കുകയാണ്. അവളോടുള്ള ഇഷ്ടം കാരണമല്ലേ നീ ഈ പ്രൊജക്ട് പോലെ അവൾക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും എന്റെ ഒരു ടീമിന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ലിയും അറിയിക്കുന്നു. ജീവോണിനെ ഈ പ്രൊജക്ടിലേക്ക് ആഡ് ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറാണ്. പക്ഷെ ഒരിക്കലും അവളെ ഈ ടീമിന്റെ ലീഡർ ആക്കുകയില്ല. മറിച്ച് ജൂറാൻ ആയിരിക്കും ഈ ഒരു പ്രൊജക്ട് ഒക്കെ ഇനി നടത്തുക എന്ന് കൂടി ലീ എടുത്തു പറയുന്നു. ഈ ഒരു അന്വേഷണമൊക്കെ അവസാനിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും എന്തുകൊണ്ടും പ്രൊജക്ട് ഏൽപ്പിക്കുവാനായിട്ട് പറ്റിയ ആള് ജീവോൺ ആണെന്നുള്ള സത്യമൊക്കെ നീ മനസ്സിലാക്കുമെന്നും ഇന്നലെ ഞങ്ങൾക്കിടയിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നും ജിഹോക്കും പറയുന്നു. ജിഹോക്കും ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു വരുത്തിയതിനു ശേഷം മിൽക്കിറ്റ് പ്രൊജക്ട് വീണ്ടും തുടങ്ങുന്ന കാര്യമൊക്കെ അറിയിക്കുകയാണ്. ഈ ഒരു തവണ പ്രൊജക്ടിന്റെ ലീഡറായിട്ട് വരുക ജൂറാൻ ആയിരിക്കുമെന്നും അതുപോലെ തന്നെ മിൻഹ്വാനും സോമനും കൂടി ഈ ഒരു പ്രൊജക്ടിൽ ഉണ്ടാകുമെന്നും പറയുന്നു. മിൻഹ്വാനും ജൂറാനും ജീവണും അസിസ്റ്റന്റ് മാനേജേഴ്സ് ആണ്. ഈ ഒരു പ്രൊജക്ടില് 3 അസിസ്റ്റന്റ് മാനേജേഴ്സ് ആണ് ഉള്ളതെന്ന കാര്യമൊക്കെ ജീവണായിട്ട് തന്നെ ജിഹുക്കിന്റെ അടുത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും സോമനും മിൻഹ്വാനും വിവാഹം കഴിക്കുകയാണെങ്കിൽ നിന്റെ പ്രശ്നം തീരുന്നതായിരിക്കും. എന്നെ കൊണ്ട് എന്തും ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന കാര്യം നിനക്കറിയാമല്ലോ അല്ലേ എന്നൊക്കെ അവനും പറഞ്ഞിട്ട് പോകുന്നു. ജിഹോക്കിന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും 3 അസിസ്റ്റന്റ് മാനേജേഴ്സിനൊക്കെ ഒറ്റ പ്രൊജക്ടിൽ കൊണ്ടുപോയി ഇടുമോ എന്നൊക്കെ ഹൈഗോൺ ചോദിക്കുമ്പോഴത്തേക്കും
അവൻ എന്തായാലും എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഇങ്ങനെ ചെയ്യുകയില്ല എന്നൊക്കെ ജൂറാനും എടുത്തു പറയുന്നു. മിൻഹ്വാൻ സോമിന് സ്ട്രോബെറി മിൽക്കൊക്കെ മേടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പ്രൊജക്റ്റിലൊക്കെ നിന്നെ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഹയൂണിനെ കടത്തി വെട്ടുവാനായിട്ടുള്ള ഒരു അവസരമാണ് ഇത് എന്നൊക്കെ സൂമിന്റെ അടുത്ത് പറഞ്ഞ് സൂമിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. വർഷത്തിൽ 2 തവണയൊക്കെ കമ്പനി വർക്ക്ഷോപ്പ് ഒക്കെ നടത്താറുണ്ട്. ഇത്തവണയും വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുവാനായിട്ട് പോകുകയാണെന്നുള്ള കാര്യം മിൻഹ്വാനും സൂമിനെ അറിയിക്കുന്നു. സൂമിനാകട്ടെ ഇതുവരെ ആയിട്ടും ആ ഒരു പരിപാടിക്കൊന്നും കൂടിയിട്ടില്ല. അവള് മിൽക്കൊക്കെ കുടിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് ആ ഒരു മിൽക്കൊക്കെ മിൻഹ്വാന് കൊടുക്കുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അവനും ഞാൻ വർക്ക്ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി മീറ്റൊക്കെ ഗ്രില്ല് ചെയ്ത് തരാമെന്ന് പറയുകയാണ്. ജീഹോക്കും അവന്റെ ഇടയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചു നോക്കുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് അവനും മരണപ്പെട്ടു പോകുമെന്ന സത്യമൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അവൻ ആകെ നിരാശ തോന്നുന്നു. ജീഹോക്കും എത്തിയിട്ടുണ്ടായിരുന്നത് ഉൺഹോയുടെ കടയിലാണ്. ഉൺഹോയും അവനെ കണ്ട് സംസാരിക്കുമ്പോഴത്തേക്കും നിനക്ക് ഡൈനമൈറ്റും സ്പ്രിംഗ് ഡേയും എന്താണെന്ന് അറിയാമോ എന്നൊക്കെ ജിഹുക്കും ചോദിക്കുകയാണ്. പക്ഷെ ഉൺഹോയ്ക്ക് അതൊക്കെ ബിടിഎസിന്റെ സോങ്സ് ആണെന്നുള്ള കാര്യം പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഉൺഹോയും മറ്റെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിനക്ക് ഒരുപാട് കാലമൊക്കെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. നിനക്കും സന്തോഷമുള്ള ഒരു ജീവിതമൊക്കെ ആയിരിക്കും ഇനി ലഭിക്കുക എന്നൊക്കെ പറഞ്ഞ് ജിഹുക്കും ബോധം കെട്ട് വീഴുന്നു. ഷോപ്പൊക്കെ പൂട്ടാറായിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആയിട്ടും ജിഹുക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജിഹുക്കിന്റെ ഫോണിൽ നിന്നും ഉൺഹോ ഒരു കോളൊക്കെ ചെയ്തു. ആ ഒരു കോള് പോയിട്ടുണ്ടായിരുന്നത് ഹയ്യൂന്റെ ഫോണിലേക്കുമായിരുന്നു. ഇവൻ എന്റെ കമ്പനിയുടെ ബോസും പിന്നെ എന്റെ ബ്രദറുമാണ്. ഞാനും അവനെ ഇന്ന് കിട്ടാതെ കുറെ തവണയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ആദ്യം കോൾ ചെയ്തപ്പോൾ തന്നെ എന്റെ ഫോണിലേക്ക് കോൾ വന്നിട്ടുണ്ടാക്കുക എന്നൊക്കെ ഉൺഹോയുടെ അടുത്ത് അവളും പറയുന്നു. പിന്നീട് അവളുടെ സംഭാഷണ രീതിയൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നിനക്ക് ജീവനെ അറിയാമോ എന്നൊക്കെ ഉൺഹോയും ചോദിക്കുന്നു. അപ്പോഴായിരുന്നു കേറിയിട്ടുണ്ടായിരുന്ന കടയുടെ പേരൊക്കെ അവളും ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ന്യൂസിലൻഡിൽ നിന്നും കൊണ്ടുവരുന്ന പാലൊക്കെ വെച്ചിട്ട് ചീസ് കേക്ക് ഉണ്ടാക്കിയ ആളല്ലേ നീ എന്ന് ഹയൂണും അവന്റെ അടുത്ത് ചോദിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുന്നു. വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ജീവണും ജിഹുക്കിനെ കോൾ ചെയ്ത് നോക്കുന്നു. പക്ഷെ അവൻ ഫോണൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ജിഹുക്ക് ഇപ്പോൾ ഉള്ളത് മുത്തശ്ശന്റെ വീട്ടിലാണ്. അവനും ഫയറിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. ഇനി അവനെ ആ ഒരു വീട്ടിലേക്കൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് ഹയൂൺ ആയിരുന്നു. മുത്തശ്ശനും നിന്നെ വിളിപ്പിക്കുന്നുണ്ടെന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരിയും അവനോട് പറയുന്നു. ഒരു വൈസ് പ്രസിഡന്റ് ആണ് യൂറ. യൂറയുടെ ഫേസ് ഒക്കെ റിവീൽ ചെയ്യാതെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ യൂറയും മീൽ കിറ്റ് പ്രൊജക്ടുമായി ബന്ധപ്പെട്ട വാങ്ങിന്റെ ഇഷ്യൂ ഒക്കെ ഏകദേശം സോൾവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലീയുടെ അടുത്തും നീ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്ന് ഞാൻ കേട്ടല്ലോ എന്ന് മുത്തശ്ശനും അവനോട് പറയുന്നു. ജീഹോക്കിനും യൂറയ്ക്കും വിവാഹത്തോട് താല്പര്യമില്ലെങ്കിൽ പോലും അവരെ രണ്ടുപേരെയും കൂടി കല്യാണമൊക്കെ കഴിപ്പിക്കുവാനാണ് മുത്തശ്ശനും ശ്രമിക്കുന്നത്. അത് പണ്ടേ നൽകിയ ഒരു വാക്കൊക്കെ ആണെന്ന് മുത്തശ്ശനും പറയുന്നു. എനിക്ക് എപ്പോഴാണ് ആ ഒരു പെൺകുട്ടീനെ കാണുവാനായിട്ട് സാധിക്കുക എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശൻ അതിനെ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ് മുത്തശ്ശൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അവൾ ഹാപ്പി ആയിട്ടിരിക്കുവാനാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്നൊക്കെ ജീഹുക്കും പറയുന്നു. 10 വർഷം കഴിയുമ്പോഴത്തേക്കും ജിഹുക്ക് മരിക്കുമെന്ന കാര്യം അവൻ ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു തവണ അവളെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് അവൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ ഒന്നും ചെയ്യാതെ ഇരുന്നതിന്റെ ഒരു കുറ്റബോധമൊക്കെ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു തവണ ആ ഒരു കുറ്റബോധം ഒരിക്കലും തനിക്ക് ഉണ്ടാക്കുകയില്ല എന്ന് അവനും ഉറപ്പിക്കുന്നു. അവളുടെ സന്തോഷം ഞാൻ അല്ലെങ്കിൽ പോലും ഞാനും അവൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ജിഹുക്ക് മുന്നോട്ട് പോകുന്നു. മിൻഹ്വാനും റോയിചന്ററിലെ ഷെയർസ് എല്ലാം തന്നെ വിറ്റതായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ റോയിചന്ററിലെ പണമൊക്കെ ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു ദേഷ്യമൊക്കെ മിൻഹ്വാനും ഉണ്ടായിരുന്നു. നിനക്ക് വേണ്ടി ആയിരുന്നു റോവിചന്ററിൽ ഉണ്ടായിരുന്ന എന്റെ സ്റ്റോക്സ് എല്ലാം തന്നെ ഞാൻ ഉപേക്ഷിച്ചത്. ഇപ്പോഴും ടികെയുവില് എന്റെ കുറച്ച് സ്റ്റോക്സ് ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഞാൻ നിന്റെ ഒപ്പം ഉള്ളതെന്നൊക്കെ മിൻഹ്വാനും പറയുന്നു. ജീവണും ഇപ്പോൾ റോയിച്ചന്ററിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ മിൻഹ്വാൻ പെട്ടെന്ന് അവളെ വിളിപ്പിക്കുമ്പോഴത്തേക്കും അവളും അവിടെ നിന്നും പോകുന്നു. സോമിനും എന്താണ് ജീവൺ നോക്കിക്കൊണ്ടിരുന്നതെന്നൊക്കെ അറിയുവാനായിട്ട് അവളുടെ ലാപ്ടോപ്പ് എടുത്ത് നോക്കുമ്പോഴത്തേക്കുമാണ് മിൻഹ്വാൻ അറിയാതെ റോയിച്ചന്ററിൽ ഷെയർസ് ഒക്കെ മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവളും മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ജീവണും ഈ ഒരു ഷെയർസ് ഒന്നും വിൽക്കാതെ വെച്ചിട്ടുള്ളത്? അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. ഒരു പക്ഷെ ഈ ഒരു ഷെയർസ് ഒക്കെ ഇനിയും കൂടിയാലോ എന്നൊക്കെ സംശയിച്ചുകൊണ്ട് സൂമിനും അതിലെ കുറച്ച് ഷെയർസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നു. ഞാൻ സൂമിനെയും കൂട്ടിക്കൊണ്ട് ഒരു റെസ്റ്റോറന്റിലൊക്കെ പോയായിരുന്നല്ലോ. അത് വളരെ നല്ലൊരു റെസ്റ്റോറന്റ് ആണ്. ഇത്തവണ നമുക്ക് രണ്ടുപേർക്കും കൂടി അവിടെ പോയാലോ എന്നൊക്കെ മിൻഹ്വാനും ജീവന്റെ അടുത്ത് ചോദിക്കുന്നു. ഞാൻ റോയിച്ചന്ററിലെ പണമൊക്കെ നിന്റെ കയ്യിലല്ലായിരുന്നോ നൽകിയിട്ടുണ്ടായിരുന്നത്? ആ ഒരു പണമൊക്കെ ഇപ്പോഴും നിന്റെ കയ്യിൽ ഉണ്ടോ എന്നൊക്കെ ജീവന്റെ അടുത്ത് അവനും ചോദിക്കുകയാണ്. അതായത് ജീവനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സോമനുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആയാൽ കൊള്ളാമെന്ന് അവനുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പണമൊക്കെ ജീവന്റെ അടുത്ത് ചോദിച്ചിട്ടുമുള്ളത്. മിൻഹ്വാൻ ഏതെങ്കിലും ഒരു കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടെന്നുള്ള കാര്യം ജീവന് നന്നായി തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളും ആ ഒരു പണമൊക്കെ ഇപ്പോൾ കയ്യിലില്ല എന്നും അത് ഇൻഷുറൻസിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നും പറയുകയാണ്. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഇപ്പോൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പകുതി തുക മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും 10% അതൊക്കെ വർദ്ധിക്കുന്നതായിരിക്കുമെന്നൊക്കെ ജീവൻ പറയുന്നത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നീ എന്ത് മണ്ടത്തരമാണ് കാണിച്ചതെന്നൊക്കെ ആയിരുന്നു മിൻഹ്വാനും ചോദിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ ഫ്രോഡ് പരിപാടികളാണ്. അതുകൊണ്ട് തന്നെ നീ എന്ത് വിശ്വസിച്ചിട്ടായിരുന്നു അത്രയും പണമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ചോദിക്കുന്നു. അവളും ഒരു കള്ളമൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷെ അവനും അവൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുകയാണ്. ഇനി ടി.കെ.യുവിലെ സ്റ്റോക്സ് ഒക്കെ വിറ്റാൽ മാത്രമേ പണം കിട്ടുകയുള്ളൂ എന്നൊക്കെ അവനും ഓർക്കുകയാണ്. അത് വിൽക്കുവാനായിട്ട് അവന് മനസ്സും വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ അവളും ആ ഒരു കമ്പനി എന്തായാലും ആളുകളൊക്കെ പറ്റിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ അവൻ പണമൊക്കെ മേടിക്കുകയാണ് എങ്കിൽ അവൻ പറ്റിക്കപ്പെടുകയില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ട്. ഞാൻ അതിൽ നിന്ന് നിനക്ക് പണം നൽകാം. ഇപ്പോൾ കയ്യിലുള്ള സ്റ്റോക്സ് ഒന്നും തന്നെ വിൽക്കേണ്ടതായിട്ടില്ല എന്ന് ജീവനും അവന്റെ അടുത്ത് പറയുന്നു. പിന്നീട് നമുക്ക് രണ്ടുപേർക്കും സോബിനെയും കൂടി കൂട്ടിക്കൊണ്ട് ഒന്ന് പാർക്ക് വരെ പോയാലോ എന്നൊക്കെ അവളും ചോദിക്കുകയാണ്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.